നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരത് ചെയ്തത്? ആരാന്നറിയില്ല. സാറും നന്ദിനിക്കുട്ടിയും കൂടി ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിപ്പോയി കഴിഞ്ഞപ്പോ ചിലർ കടയിലേക്ക് കയറി വന്നു. എന്നെ ബലമായി കെട്ടിയിട്ടു. ഗുണ്ടകളാ. ഞാനറിയാതെ അവര് നേരത്തെ വന്ന് നാളികേരത്തിൽ എന്തോ ചെയ്തു വെച്ചെന്ന് സംശയമുണ്ട്. ഇതെന്തോന്നാ, ഹിന്ദി സിനിമയുടെ കഥയോ? ഇതൊക്കെ ചമച്ചുണ്ടാക്കാൻ വലിയ പാടുപെട്ട് കാണുമല്ലോ. ഇതൊക്കെ അമ്മയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇവര് നടത്തുന്ന വെറും നാടകമാച്ച. ബോംബ് പൊട്ടിയ ആരെങ്കിലും ചാകാതെ തിരിച്ചു വരുമോ? ചുമ്മാ ഓരോരോ കള്ളക്കഥകള്. നിന്നെയോ അമ്മയോ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. അച്ഛൻ ചോദിച്ചു, മറുപടി പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇവിടെ എങ്ങനെയെങ്കിലും പറ്റിക്കൂടി മറ്റൊരു ജീവിതം കെട്ടിപ്പടുക്കണമെങ്കിലേ ഇതുപോലത്തെ കള്ളക്കഥകൾ മെനിയാലല്ലേ പറ്റൂ. നിർത്തണി. പറഞ്ഞു പറഞ്ഞ് എന്തോ ഒന്ന് പറയാവുന്നായോ? നിന്റെ നാവിന് ലൈസൻസ് ഇല്ലെന്ന് കരുതി ഞങ്ങളുടെ മുമ്പിലേക്ക് പ്രസംഗിക്കാൻ വരരുത്. ഞാൻ എന്നേ വരെ നിന്നെ തല്ലിയിട്ടില്ല. പക്ഷേ ഇനി നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. കയറിപ്പൊടിയത്. തെറ്റുപറ്റിയത് എനിക്കാ. ശാപം കിട്ടിയ നിന്റെ കൂടെ എന്റെ നന്ദിനെ വിടാൻ പാടില്ലായിരുന്നു. കൈമളേട്ടന് ഇതിൽ ഇടപെടണ്ട. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞേ അടങ്ങും. പവിത്രവും പരിപാവനവുമാണ് ക്ഷേത്രാങ്കണം. നിന്നെ പോലെ സ്വഭാവ ദൂഷ്യമുള്ള ഒരുത്തൻ ആ തിരുമുറ്റത്ത് കാൽ ചവിട്ടിയപ്പോഴേ ദേവി കൊടുവാൾ എടുത്തു കാണും. അമ്മേ, നീ എന്റെ നന്ദിനിയോടൊപ്പം ചെന്നത് ദേവിക്ക് പോലും ഇഷ്ടമായില്ല എന്നർത്ഥം. രാജലക്ഷ്മി, മതി. കൊടുക്കട്ടെ കൊടുക്കട്ടെ, വയറ് നിറച്ചു കൊടുക്കട്ടെ. ദേവി തന്നൊരു താക്കീതാ ഇത്. നിനക്കുള്ള ശിക്ഷ ഇനി കിട്ടാൻ പോകുന്നതേയുള്ളൂ. ശാപകാലത്ത് എന്റെ വയറ്റിൽ വന്ന് പിറന്ന അസുര സന്തതി. എന്റെ ജീവൻ രക്ഷിച്ച ആളാ ജയേട്ടൻ. ഞാനത് തുറന്നു പറഞ്ഞാൽ വായിങ്ങോട്ട് അമ്മ വരാൻ. മനസ്സറിയുന്നവരുടെ സാന്നിധ്യമാണ് മുറിവുണക്കുന്ന ഏറ്റവും നല്ല ഔഷധം. വിഷമിക്കണ്ട, അച്ഛന്റെ ആത്മസാന്നിധ്യം എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.